ഹേ ഗായ്സ്, വെൽക്കം ടു ഡോണ ടോക്കീസ്. അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഡിഷ് വാഷർ ജോലിയാണ്. പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോമും കാര്യങ്ങളൊക്കെ നമ്മുടെ റെസ്റ്റോറന്റ് തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ യൂണിഫോം ധരിച്ചിട്ട് വേണം നമ്മൾ ഡിഷ് വാഷിംഗിലേക്ക് പ്രവേശിക്കാനായിട്ട്. നമ്മൾ വരുമ്പോൾ തന്നെ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതെല്ലാം വൃത്തിയാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറയാനായിട്ട്. ഈ ഡ്യൂട്ടിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. ഒരു പ്രാവശ്യം മനസ്സും അടുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മനസ്സും അടുത്ത് പോകും. കാരണം ഒരു ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ മനസ്സും അടുക്കും. പക്ഷെ ആ മനസ്സും അടുക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തപ്പെട്ടതാണ്. നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ടീം വർക്ക് ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ടീമിൽ എല്ലാവരും പറയുന്നത് നമ്മൾ കേൾക്കുകയും അനുസരിക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ വേണം. അതാണ് ഡിഷ് വാഷറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയാനായിട്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും സ്ക്രബ്ബർ ഇട്ട് വരയ്ക്കാതെ മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാകുമോ പാത്രങ്ങൾ എന്നുള്ളതല്ല. നമ്മൾ ഓൾറെഡി പാത്രങ്ങൾ കഴുകി കഴിഞ്ഞ ശേഷം മാത്രമാണ് മെഷീനിലേക്ക് കയറ്റുന്നത്. മെഷീന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 60°C മുതൽ 82°C വരെയാണ്. ഇത്രയും ചൂടുള്ള മെഷീനിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പാത്രങ്ങളെല്ലാം കഴുകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ടൈം ഷെഡ്യൂളിന് അനുസൃതമായിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കാം. ഇരുന്ന് കഴിക്കാനായിട്ടും സാധിക്കും. പക്ഷെ എനിക്ക് സമയമില്ലാത്തതിന്റെ പേരിലാണ് ഞാൻ ഇരുന്ന് കഴിക്കാത്തത്. ഇത് നമ്മുടെ സെക്കൻഡ് അടുക്കളയാണ്. നമുക്ക് ഓൾറെഡി 3 അടുക്കളയാണ് ഉള്ളത്. ഞാൻ വർക്ക് ചെയ്യുന്നത് റെസ്റ്റോറന്റും ഹോട്ടലും കൂടി ചേർന്നതായതുകൊണ്ട് ഇവിടെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ട്. ഇന്നത്തെ എന്റെ ഷെഡ്യൂൾ ഫസ്റ്റ് അടുക്കളയിലായിരുന്നു. സെക്കൻഡ് അടുക്കളയിൽ എന്റെ ഫ്രണ്ട് ഡാനിയലാണ് നിൽക്കുന്നത്. ഈ ഒരു അടുക്കളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പാത്രങ്ങളാണ് ഉള്ളത്. പാത്രങ്ങൾ കുമിഞ്ഞു കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്പീഡാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഡാനിയൽ ഡിഷ് വാഷറായിട്ട് കയറിയിട്ട് ഇപ്പൊ അധികം നാളാവാത്തത് കൊണ്ട് അവന്റെ പ്രാക്ടിക്കൽ പീരീഡാണ് ഇതെല്ലാം. ഓരോ കിച്ചണിലും വ്യത്യസ്തമായിട്ടുള്ള ഡിഷ് വാഷിംഗ് മെഷീനും പ്ലേറ്റുകളും എല്ലാം ആയിരിക്കും. പ്ലേറ്റുകളെല്ലാം നമ്മൾ എടുക്കുന്ന സമയത്ത് വളരെ കെയർഫുള്ളോട് കൂടിയിട്ടായിരിക്കണം എടുക്കേണ്ടത്. ഒന്നും താഴെ വീണ് പൊട്ടാനായിട്ട് പാടില്ല. ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റ് കഴുകാനായിട്ട് പറ്റാത്ത അവസ്ഥയിൽ ഇതുപോലെ തന്നെ വൃത്തിയാക്കിയ ശേഷം മാത്രമാണ് ഡിഷ് വാഷ് മെഷീനിലേക്ക് കയറ്റാനായിട്ട് പാടുള്ളൂ. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഡിഷ് വാഷ് മെഷീന്റെ ഉള്ളിലുള്ള വെള്ളം വളരെ മോശമാവുകയും അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റേണ്ടതായിട്ടും വരും. ഇനിയിപ്പോ മാറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ ഇത് കഴുകുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനം ഉണ്ടാവത്തില്ല. ദാനിയേൽ ജോലിക്ക് കയറിയത് അധികം ആവാത്തത് കൊണ്ട് അവന് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ആശാൻ നന്നായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിന്റെ വെള്ളം മൊത്തം മാറ്റണം. അങ്ങനെ വെള്ളം മാറ്റിയിട്ടില്ല എങ്കിൽ നമ്മുടെ പാത്രങ്ങൾ മൊത്തം കേടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമുക്ക് ഫസ്റ്റ് കിച്ചണിലേക്ക് വരാം. ഡിഷ് വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ താപനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120-നും 145-നും ഇടയിലായിരിക്കും. പാത്രങ്ങൾ കുറച്ച് കഴുകിയ ശേഷം നമ്മൾ അതിന്റെ താപനില വർദ്ധിപ്പിക്കണം. ഏകദേശം 155°F ആണ് വർദ്ധിപ്പിക്കേണ്ടത്. ബാക്ടീരിയകളെ കൊല്ലാൻ പലപ്പോഴും വെള്ളം 155°F അതിൽ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കും. ഇത് പലപ്പോഴും പല സ്ഥലങ്ങളിലും ചെയ്യണം എന്നില്ല. പക്ഷെ ഞാനിതെല്ലാം ശ്രദ്ധിക്കും. ഇത്രയും താപനില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞ് പാത്രങ്ങൾ നമുക്ക് ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് ഒരു ഡിഷ് വാഷർ എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എല്ലാവരും വിചാരിക്കും ഡിഷ് വാഷറിന് പാത്രം കഴുകൽ മാത്രമാണല്ലോ എന്ന്. പക്ഷെ പാത്രം കഴുകൽ മാത്രമല്ല ഒരു ഡിഷ് വാഷറിന്റെ ജോലി എന്ന് പറയാനായിട്ട്. ഇതൊരു ഫ്രൈ ദോരയാണ്. ഫ്രൈ ദോര എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയിലിട്ട് സാധനങ്ങൾ മുക്കി പൊരിക്കുന്ന ഒരു സ്ഥലം. ഇത് നന്നായിട്ട് ആഴ്ചയിൽ ഒരിക്കലും വൃത്തിയാക്കണം. ഇന്നത്തെ ഡ്യൂട്ടി ഡാനിയലിന്റെ ആണ്. എല്ലാ ദിവസവും വൃത്തിയാക്കണമെന്നൊന്നുമില്ല, ആഴ്ചയിൽ ഒരിക്കലും. നിർബന്ധമായിട്ടും വൃത്തിയാക്കേണ്ട കാര്യങ്ങളൊന്നാണ്. അല്ലെങ്കിൽ ഫുഡ് ഇൻസ്പെക്ഷൻ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിൽ നല്ലൊരു എമൗണ്ട് പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പരിശോധിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ വരുമോ? ഇവിടെ ഫുഡ് എന്ന് പറഞ്ഞാൽ സ്പാനിഷുകാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ മായം കലർത്തുക, വിഷാംശമായിട്ടുള്ള ഭക്ഷണങ്ങൾ വിളമ്പുക, കേടായ ഭക്ഷണങ്ങൾ വിളമ്പുക എന്നുള്ളതെല്ലാം വളരെ വലിയ ക്രൂരകൃത്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ റെസ്റ്റോറന്റ് എന്നേക്കുമായിട്ട് അടച്ചുപോകും. ഫുഡ് ഇൻസ്പെക്ഷനുള്ള ആൾക്കാർ എല്ലാ ആഴ്ചയും വരും. ഫുഡ് മാത്രമല്ല പരിശോധിക്കുന്നത്, അടുക്കളയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ ഫുഡിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കും. പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, കിച്ചൺ വാൾസ്, ഫ്ലോർ എല്ലാം പരിശോധിക്കും. എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയാൽ മാത്രമാണ് അവർ നല്ല രീതിയിലുള്ള റിപ്പോർട്ട് എഴുതുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഡിഷ് വാഷറിന്റെ ജോലിയാണ് ഷെഫും മറ്റെല്ലാവരും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഫുഡ് ഫ്രൈ ചെയ്യുന്ന ഈ ഒരു ഫ്രൈ ചെയ്തോരെ കണ്ടില്ലേ, ഇപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇരിക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം എല്ലാ സാധനങ്ങളും ഇരിക്കാനായിട്ട്. ഇതെല്ലാം നമ്മുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. ഇനിയുള്ളതാണ് കിച്ചന്റെ വാൾസും കമ്പാനിയൊക്കെ വൃത്തിയാക്കുന്ന ജോലി. ഈ മോളിൽ വെച്ചിരിക്കുന്ന സാധനത്തിന് പറയുന്ന പേരാണ് കമ്പാന്യ. ഇത് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് കെയർഫുള്ളോട് കൂടിയിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം ഇതിന്റെ 2 വശവും വളരെ മൂർച്ചയേറിയതായതുകൊണ്ട് കുറച്ച് അപകടം പിടിച്ച പണിയാണ് കേട്ടോ ഈ ഒരു സംഭവം എടുക്കുക എന്നുള്ളത്. അതെടുത്ത് ഇപ്പൊ ദാനിയേൽ ഡിഷ് വാഷിംഗ് മെഷീനിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ള് വൃത്തിയാക്കണം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു കുഴപ്പമില്ലെന്ന് തോന്നുമെങ്കിൽ ഇവിടെ മൊത്തം എണ്ണമയമാണ്. ഈ എണ്ണമയം എല്ലാം നമ്മൾ നീക്കം ചെയ്യേണ്ടി വരും. അതിനായിട്ട് ലഹ്യ അല്ലെങ്കിൽ ഡെസിൻഫെക്ടഡോർ എന്ന് പറഞ്ഞ ലിക്വിഡാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ ലിക്വിഡ്
ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ ഡെസിൻഫെക്ടർ വീണ കൈയുടെ രോമകൂപങ്ങൾ വരെ കറുത്തു പോകും. അത്രയും ഹാനികരമായിട്ടുള്ള ലിക്വിഡ് ആണ് അതിലുള്ളത്. പിന്നെ മാസങ്ങൾ എടുക്കും അതൊന്ന് നേരെയാവാനായിട്ട്. അതുകൊണ്ടാണ് കയ്യിലെ ഗ്ലൗസ് ധരിക്കണം, അതുപോലെ തന്നെ മാസ്ക് ധരിക്കണം എന്നൊക്കെ പറയുന്നത്. ഈ ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് യൂണിഫോം ധരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാത്രം വൃത്തിയാക്കൽ മാത്രമല്ല, റെസ്റ്റോറന്റിൽ നിന്ന് ഷെഫും വർക്കേഴ്സും എല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളതെല്ലാം നമ്മുടെ കൺട്രോളിലായിരിക്കും. അത് തുടയ്ക്കുക, ബാത്റൂമുകൾ ക്ലീൻ ചെയ്യുക, ചുവരുകള്, മാറ്റുകൾ, മേശകൾ എന്നിവയെല്ലാം വൃത്തിയാക്കുക. പാത്രം കഴുകുന്ന സ്ഥലം അപകടകരമല്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അടുക്കളയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആവശ്യമാണ്. പിന്നെ നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ നമ്മൾ ഷെഫിന് ചെയ്തു കൊടുക്കണം. അതായത് പച്ചക്കറികൾ അരിഞ്ഞ് അല്ലെങ്കിൽ തൊലി കളഞ്ഞു കൊടുക്കുക. ഓർഡർ ചെയ്തിരിക്കുന്ന ഫുഡ് ഐറ്റംസ് റെസ്റ്റോറന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇറക്കാനായിട്ട് നമ്മൾ സഹായിക്കുക. വാട്ടർ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ ഉടനടി മാനേജ്മെന്റിനെ അറിയിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയിൽ പെട്ട കാര്യങ്ങൾ. ഇനി എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ആണ് ഒരു ഡിഷ് വാഷർക്ക് വേണ്ടതെന്ന് നോക്കാം. കുറഞ്ഞത് 18 വയസ്സെങ്കിലും പ്രായം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 18 വയസ്സായിട്ടില്ല എങ്കിൽ അവർക്ക് സാധ്യമായിട്ടുള്ള ഒരു വർക്ക് പെർമിറ്റ് ഉണ്ടാവണം. അതായത് യൂറോപ്യൻ യൂണിയനിൽ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം അതുണ്ടായിരിക്കണം. സാധാരണ ഡിഷ് വാഷർ ജോലിക്ക് വലിയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും സെക്കൻഡറി വിദ്യാഭ്യാസം എങ്കിലും നമ്മൾ പൂർത്തീകരിച്ചിരിക്കണം. ഒരു റെസ്റ്റോറന്റിലോ അടുക്കളയിലോ മുൻപരിചയം ഉണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ നിർബന്ധമില്ല. കാരണം മിക്ക പരിശീലനവും ജോലി സ്ഥലത്ത് തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസിന്റെ ആവശ്യം ഇവിടെ വരുന്നേ ഇല്ല. റെസ്റ്റോറന്റിൽ ജോലി ചെയ്ത് 6 മന്ത്സ് കഴിയുന്ന സമയത്ത് നമുക്കൊരു എക്സാം നടത്തും. ആ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഹാൻഡിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ആ ഒരു സർട്ടിഫിക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. റെസ്റ്റോറന്റ് ഫീൽഡിലെ ഏതൊരു സെക്ടറിലേക്കും നമ്മൾ CV വെക്കുന്ന സമയത്ത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു മേഖലയിലേക്കും ജോലി എളുപ്പം കിട്ടാനായിട്ട് സാധിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് കാർണേ ദി മനിപ്പുലാദർ ദി അലിമെന്റോസ്. മണിക്കൂറിന് €7 മുതൽ €13 വരെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് ഈ ഒരു സെക്ടറിൽ സാധിക്കും. സ്പെയിനിൽ പഠിക്കാനായിട്ട് വരുന്ന യുവതി യുവാക്കൾക്ക് ഏറ്റവും പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ഡിഷ് വാഷർ ജോലിയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഫ്രീ ടൈമിനനുസരിച്ച് നമുക്ക് ഷിഫ്റ്റ് മാറ്റിയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഈ ജോലിയിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ലാതെ പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം €7 മാത്രമാണ് ഏൺ ചെയ്യാനായിട്ട് കഴിയുക. 6 മാസം കൊണ്ട് നിങ്ങൾ ഈ പണി പഠിച്ചെടുത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് €13 വരെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ കൂടെ തന്നെ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള സ്കിൽസും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൽസ് ഒക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജോലി കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ടെക്നിക്കൽ ആയിട്ടുള്ള സ്കിൽസിലേക്ക് വരാണെങ്കിൽ നമ്മുടെ ഡിഷ് വാഷർ മെഷീൻ പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും പാത്രങ്ങൾ കഴുകാനും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ തന്നെ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അതെല്ലാം എന്തിനൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നീടുള്ള മാലിന്യ സംസ്കരണമാണ്. ഫുഡ് വേസ്റ്റ്, കാർഡ്ബോർഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, ഗ്ലാസ് വേസ്റ്റ് എന്നിവയെല്ലാം തരംതിരിച്ചിട്ട് അത് അതിൻ്റെതായിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ നമ്മൾ കൊണ്ടിടണം. അതാണ് മാലിന്യ സംസ്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരേ സമയങ്ങളിൽ തന്നെ ഒരുപാട് പാത്രങ്ങൾ വരും. അപ്പൊ നമ്മൾ വേഗത്തിൽ കൈകാര്യം ചെയ്യാനായിട്ടൊരു കഴിവാണ് പിന്നീട് വേണ്ടത്. റെസ്റ്റോറന്റിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിന്റെ കിച്ചണെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന രീതിയിലുള്ള താപനിലയായിരിക്കും അവിടെ ഉണ്ടാവുക. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ നേരം നമുക്ക് അവിടെ നിൽക്കാനും 50 പൗണ്ട്സ് വരെയുള്ള ട്രേകൾ ഉയർത്താനുള്ള സ്റ്റാമിന നമുക്ക് ശരീരത്തിന് അത്യാവശ്യമാണ്. ഈ ഒരു ജോലിക്ക് സ്പാനിഷ് ഭാഷ നിർബന്ധമല്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള സ്പാനിഷ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഏകദേശം എന്റെ ജോലി കഴിയാറായി. ഒരുപാട് സംഭവങ്ങൾ വൃത്തിയാക്കാനായിട്ട് നമുക്കുണ്ടായിരുന്നു. ഇതെല്ലാം വൃത്തിയാക്കുന്നതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഇതെല്ലാം പല ദിവസങ്ങളായിട്ട് എടുത്ത വീഡിയോസ് ആണ് കേട്ടോ. ഒരു ഡിഷ് വാഷറിന്റെ ജോലി എന്ന് പറഞ്ഞാൽ പാത്രങ്ങളിൽ മാത്രമല്ല, ഇത്രയും ജോലികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ പോരാൻ നേരത്ത് മാലിന്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റ് ബിന്ന് വളരെ വൃത്തിയായിട്ട് ലിക്വിഡ് ഉപയോഗിച്ച് കഴുകണം. ഇതാണ് ലാസ്റ്റ് സെക്ഷൻ. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോരാം. ഇത്രയും കടമ്പകൾ കടന്നിട്ട് വേണം ഒരു ഡിഷ് വാഷർ ആവാനായിട്ട്. ഇന്നിന്റെ ലാസ്റ്റ് ഡേ ആണ്. നമ്മുടെ ഷെഫിനെയോ കോ വർക്കേഴ്സിനെയോ ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. നന്ദി സൂചകമായിട്ട് ഞാൻ അവർക്ക് ഒരു ലെറ്റർ എഴുതുന്നതാണ്. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ദാനിയേൽ മാത്രം ഇത്രയും കഷ്ടപ്പെട്ടതെന്ന്? ഞാൻ പോയി കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അവനാണ് നിൽക്കേണ്ടത്. അപ്പോ അവന്റെ പ്രാക്ടിക്കൽ പീരീഡ് ആയിരുന്നു ഇതെല്ലാം. കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും പെട്ടെന്ന് കിട്ടാൻ പറ്റിയ ഒരു ജോലിയാണ് ഡിഷ് വാഷർ ജോലി എന്ന് പറയുന്നത്. ലീഗലായിട്ട് സ്പെയിനിലേക്ക് വരുന്ന ആർക്കും ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ മറ്റൊരു ജോലിയുടെ വിശേഷങ്ങളായി വരുന്നവരേക്കും ബൈ.